ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം. സമ്മതിച്ചോ? സമ്മതിച്ചോ. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. പല ഉരുള് ഒരു ഒരെണ്ണം ഉരുണ്ടു. അയ്യേ, അങ്ങനൊന്നുമല്ല. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് പലതവണ ഉരുണ്ടു. പലതവണ ഒന്നും ഉരുളാ ശരിയാവില്ല. 5-6 തവണയല്ല. ഞാൻ പറയാം. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് എങ്ങോട്ടാ ആശാനെ ഉരുണ്ടുപോയത്? നിങ്ങൾ ശ്രമിക്കണില്ല, അതാണ് അതിന്റെ. ആശാനെ ഞങ്ങൾ സിനിമയ്ക്കൊക്കെ രംഗീല എങ്കിലും തന്നെയൊന്നും വേണ്ട. ആദ്യം പറയുന്നത് ശ്രദ്ധിച്ച് പറയാൻ പഠിക്കുക. ഞാൻ വേറൊരെണ്ണം പറയാം. ഇത് യാർ തച്ച ചട്ടൈ എൻ താത്ത തച്ച ചട്ടൈ. കാക്കയും താച്ച. രണ്ടെണ്ണവും നിങ്ങൾ പറഞ്ഞില്ല. ഒരു ചാൻസ് കൂടെ തരാം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. സൈക്കിള് ലാലി, ലോറി ലോറി ലാലി. ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പറയിക്കാം. പറഞ്ഞേ. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. ലോറി ഉണ്ടെങ്കിൽ എന്തിനാ ആശാനെ സൈക്കിള്? സൈക്കിള് Uncle. ഏതാണ് ഈ ചെക്കൻ? എനിക്കറിയില്ല. എന്താണ് മോനെ എന്റെ പേര്? കരയരുത്, കരയരുത്. എവിടെയാ നിന്റെ വീട്? കുറച്ച് നേരമായിട്ട് ഇവൻ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആരോരില്ലാത്ത കുട്ടിയായിരിക്കും, പാവം. കരയരുതെന്ന്. വാ. എന്തു പറഞ്ഞാലും ശരി, ഈ തെണ്ടി ചെക്കനോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ആരോരില്ലാത്തവരെ സഹായിക്കണം എന്നാണ് മോനെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഖുർആനൊന്നും വായിക്കാറില്ല. സുഗുണ, ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ എത്തിയത്? അനാഥാലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് ഈ സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ. ഹാജിയാർക്കറിയോ, സർക്കസ് കമ്പനി പൊളിഞ്ഞപ്പോ പോകാൻ വേറെ വഴിയില്ലാതെ ഞങ്ങളെ പോലെ ഒറ്റപ്പെട്ടവർ ആ 2 കൊച്ചു മനുഷ്യരും അവരെ സംരക്ഷിക്കേണ്ട ചുമതലയെ ഞാൻ ഏറ്റെടുത്തു. കാരണം കുറച്ചുനാൾ അവരെന്റെ സഹപ്രവർത്തകരായിരുന്നു. ഇവനെ ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജിയാരെ. കിട്ടുന്നതിൽ ഒരു പങ്ക് എപ്പോഴും ഇവന് വേണ്ടി നീക്കി വെക്കും. ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അഭയം തേടി വരുന്നവരെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. മോനെ മാധവൻകുട്ടിയെ, ഈ ഒരു ഇസ്ലാം വഴി എനിക്കുള്ളവനാണ്. പാവങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു നിസ്കാരം നോമ്പും പടച്ചവും കാണൂലോ. ഒരു യത്തീമല്ല ഇത്, ഇവനെ കൈവടിയരുത്. ബോബി, ഈശ്വര, നല്ല പനിയുണ്ടല്ലോ. സുഗുണ, സുഗുണ, എന്തേ നേരം വിളിത്തോ? ഏയ്, ബോബിക്ക് നല്ല സുഖമില്ല. നീ പോയി ആ ഹാജരെ വിളിച്ചോണ്ട് വാ. പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാൻ കാല് പിടിച്ച് 100 പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യാവിലെടുത്ത് തലയിൽ വെക്കണ്ടെന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെന്ന്. 2 ഫ്രൂട്ട് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ആവശ്യമില്ലാണ്ട് കാശ് ചെലവ് ചെയ്യരുത്. എന്നിട്ട് ആ തെണ്ടി ചക്കന് ഷർട്ടും ട്രൗസറും വാങ്ങിച്ചു കൊടുത്തില്ലേ? എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും. നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കയ്യിലെടുക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല. ഇതിപ്പോഴും ഇതിനകത്ത് ഒന്ന് പറഞ്ഞ ശവം. ഫ്രൂട്ട് കുടിച്ചൊന്ന് ഉറങ്ങി വന്നായിരുന്നു. ഇനി ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ട് കഴിക്കണം. മെഗാ ഫ്രൂട്ട്.
എടോ ഇത് സൂക്കേടൊന്നല്ലടോ, ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞിന്ന് പറഞ്ഞില്ലേ, അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത്. നമ്മളിപ്പൊ മാറ്റിത്തരാം. ആ. ബിസ്മില്ലാ. മോനെ വായോർക്ക് വായോർക്ക്. ആ ആ അങ്ങോട്ട് ഇറക്കിക്കാ. ആ ഓ ആ, ആ. അല്ല ഈ എങ്ങോട്ടാണ്? ഹാജിയാരെ വീട് വരെ ഉണ്ടാക്കിയിട്ട് വരാം. എന്തിനാണോ ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാം. ഈ ഓന്റെ അടുത്ത് കുത്തിരിക്കും. പടച്ചോനെ എങ്ങനെ ഉണ്ടായ മോനാണ് ഈ വല്ലാതെ ക്ഷണിച്ചു കോലം കെട്ടല്ലോ. മക്കളെ മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ മുസ്തു മോനെ. ഇതെന്താണിത്? ഉമ്മ എന്താണെന്നോ? എടാ എന്റെ പുല്ലാര വാപ്പിയാണത്. അതല്ലാണ്, ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. ഇവിടെ എന്താ കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല. അല്ല ഈ അറിഞ്ഞില്ല അതിന് കളിയൊക്കെ അനക്ക് കത്തിലയച്ചില്ലേനോ? അയച്ചാണ്. ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട ഉണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. കൊണ്ടാരാണ് ഈ അയക്കണ പൈസനെ കൊണ്ടേ ഈ വക തോന്നേ അവിടെ ചെയ്തു നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്കണ്ട. അന്റെ പൈസ വന്നാത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് വയസ്സ് കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. മുസ്തഫ എടോ എന്തടോ ഒന്നും പറയണ്ട, ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പടിയാൻ കയറില്ല. ആ മോനെ മുസ്തു, ഒരു മുസ്തുല്ല, ഇതൊരു വാപ്പാണിത്. അവിടെ നിക്ക്, നമ്മളും വരുന്നുണ്ട്. ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഇല്ലേ പെട്ടിയൊക്കെ എന്നെടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. ആ എന്താക്കാ നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ, വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്റേലും ഇല്ല. അതല്ലല്ലോ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മളെ ബാപ്പന്റെ കളി ശരിയാ? എന്താ ഹാജിയാരെ? ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്നെ പുര കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ചൊന്നും അടിക്കാൻ പറ്റില്ല. ഓ ഇവൻ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരൻ്റെ അല്ല, ഒരു പഴയ വലിവുണ്ട് ഇപ്പൊ. പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി നീട്ടിയ വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി